എന്റെ ശവം നിങ്ങൾ കാണും, എന്റെ ശവം കണ്ടിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോവും, ഇല്ലേ ഞാൻ കാണിക്കും. നീതെന്ത് ഒറ്റയ്ക്ക് എന്ന് സംസാരിക്കുന്നത്? വട്ടായ ഭഗവാനെ. മുത്തോണ്ണ, മുത്തോണ്ണ. ഇല്ല, എന്തു പറഞ്ഞാലും ശരി തന്നെ എന്റെ പൈസ തരാതെ ആരും ഇവിടെ നിന്ന് പോവില്ല. ആര് പൈസ തരായി? അയ്യോ കുഞ്ഞായിരുന്ന ഞാനേ ഇല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ആരോ പൈസ തരാനുണ്ടെന്നൊക്കെ പറയണ കേട്ടല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ല, ഞാൻ കേട്ടല്ല. അങ്ങനെ പറഞ്ഞാ അതൊക്കെ കുഞ്ഞെവിടെ പോയിട്ട് വന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ ഈ കാര്യം പറ. പൈസ തരാൻ ആരോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, അത് ആരും അറിയണ്ട കുഞ്ഞെ. നമ്മളെ പള്ളിച്ചൊരു സൊസൈറ്റി ഉണ്ടല്ലോ, കോപ്പറേറ്റീവ് സൊസൈറ്റി. അവരുള്ള ആൾക്കാരായിട്ടൊക്കെ ഞാൻ നല്ല കമ്പനിയാണ്, പ്രസിഡന്റായിട്ട് കമ്പനിയാണ്, ഭാരവാഹികളുടെ കമ്പനിയാണ്, അവിടുത്തെ സ്റ്റാഫുകളായിട്ടൊക്കെ അങ്ങനെ പരിചയത്തിന്റെ പുറത്ത് അവരുടെ അടുത്ത് പറഞ്ഞ് മുത്തോണ്ണ നിങ്ങൾ ഒരു ചിട്ടിക്ക് ചേരണം. ശരി ആയിക്കോട്ടെ, 1 ആയി 2 ആയി 3 ആയി 4 ചിട്ടിക്ക് അങ്ങ് ചേർന്നു. ഒരിടത്ത് തന്നെ 4 ചിട്ടിക്ക്? അല്ല, അവിടെ എല്ലാം നമ്മുടെ കമ്പനികളാണല്ലോ. അപ്പോ 1 ആയി, പിന്നെ 2 ആയി 3 ആയി 4 കമ്പനി ആയതുകൊണ്ട് പിന്നെ 4 ചിട്ടിക്ക് അങ്ങ് ചേർന്നു. സ്വരുക്കൂട്ടി പൈസ എല്ലാം കൊടുത്ത് അടവെല്ലാം തീർന്നു. ഞാൻ പക്ഷേ പൈസ ചെന്ന് ചോദിക്കാൻ പോയപ്പം അവര് ഒഴിവ് പറയുന്നു. നാളെ തരാം, മറ്റന്നാളെ തരാം, പുതിയ ഭരണസമിതി വരട്ടെ, പഴയ ഭരണസമിതിക്ക് എന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, പുതിയ ഭരണസമിതി വരുമ്പോഴേ പൈസ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അതെന്തൊന്ന് പറയാനോ? ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ പൈസ പോയി. അങ്ങനെ പോവില്ല. അങ്ങനെ പോകേണ്ട കാര്യം എന്തോന്നു? നമ്മള് പോയി കഴിഞ്ഞാൽ നമ്മള് പോയത് പോയി ഞങ്ങൾ കരുതും. അല്ലെങ്കിൽ പിന്നെ നമ്മള് അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യം തോന്നും. ഞാനല്ലേ കാരണക്കാരൻ. ആദ്യം 1 ചിട്ടിക്ക് തുടങ്ങിയാൽ മതിയായിരുന്നു, പിന്നെ 2 ആയി 3 ആയി 4 ആയി. ആവശ്യമില്ലാത്ത നിങ്ങൾ എന്തോന്നൊക്കെ പറയണതെന്ന്. അല്ല, ഞാൻ ഇങ്ങനെ ചിട്ടിയുടെ കാര്യം ആലോചിച്ചോണ്ടിരുന്നു. ഇങ്ങ് വന്നേ. അല്ല, നനയ്ക്കാറുണ്ട്. ഞാനിവിടെ പണികിടക്കുകയാണ്. ഓ, അത് ശരി. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയ നീയാണോടാ ഇത്ര പെട്ടെന്ന് നിർത്തി കഴിഞ്ഞ് പോകുന്നത്? അയ്യോ, നനച്ചു തീർന്നില്ല. നനച്ചോണ്ടിരുന്ന സമയത്ത് എന്നെ വിളിച്ചോണ്ട് വന്നില്ല. എന്താണ് കാര്യം ചോദിച്ചു നോക്ക്. എന്താ മോനെ? അമ്മ, ഒരു പ്രശ്നമുണ്ട്. മുത്തോണ്ണ ഒരു വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. അത് കാര്യം ആരടുത്തും പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുവാ പ്രശ്നം? എന്തുവാടാ മുത്തു? കാര്യം ഞാൻ പറയാമ്മ. നമ്മള് പള്ളിച്ചൊരു സഹകരണ സംഘമുണ്ട്. അവിടെ മുത്തോണ്ണൻ ചിട്ടിക്ക് ചേർന്നായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ മൊത്തം പൈസ കൊണ്ടുപോയി അത് ഇട്ടു. ചിട്ടി കഴിഞ്ഞ് ഇപ്പൊ അവര് പൈസ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞിട്ട് കറക്കേ. ചുരുക്കം പറഞ്ഞ് അധ്വാനിച്ച് കിട്ടിയ പൈസ എല്ലാം വെള്ളത്തിലെ വര പോലായി. അതെ, പോയത് പോട്ട് കൊച്ചമ്മ, അല്ല ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം. പോയത് പോട്ടെന്നോ? എന്താ പൈസക്ക് അത്ര നിസാരോ നിനക്ക്? അല്ല കൊച്ചമ്മ, ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴേ ഓരോ ഒഴിവൊഴിവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാളെ തരാം, പുതിയ സമിതി, അതായത് ഭരണസമിതി വരട്ടെ, നേരത്തെ ഉള്ള ഭരണസമിതി ഇല്ല, ഇത് പറ്റിയത്, ഇതൊക്കെ പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട് കൊച്ചമ്മ, അത് കിട്ടൂല. പോട്ടെ. ഷടാ, ഇതെന്തോന്ന് നീ ഇങ്ങനെ തീരുമാനം എടുത്തതുപോലെ പറയുന്നത്? കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ നമുക്കൊന്ന് നോക്കിക്കൂടെ? എടാ മോനെ, നീ എന്തെങ്കിലും ഒരു വഴിയൊന്ന് പറ. ഞാൻ നോക്കിയിട്ട് നമുക്ക് ലീഗലായിട്ട് ഫ്രണ്ടിലോട്ട് പോവാം. അത് നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ അമ്പാടി വക്കീലില്ലേ, അയാളോട് ഇതിന്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്ക്. അയ്യോ, അല്ല കൊച്ചമ്മ, 4 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇനി 1.5 കിട്ടാനുള്ളൂ. അതുകൊണ്ട് വിളിക്കണ്ട, വിട്ടേരെ. അത് കഴിഞ്ഞത് കഴിഞ്ഞെന്ന്. 1.5 ലക്ഷം രൂപ നിനക്ക് വിട്ടായിരുന്നോ? എന്തോന്നാ അതിന്റെ തലയിലെത്തി ഇങ്ങനെ നീ തന്നെ ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കണം, ഇത്ര പോട്ടെ ഇത്ര കിട്ടട്ടെ എന്ന്. നമ്മളെ വിധി പോലെ നടക്കുള്ളൂ. പോയത് പോയി. കാര്യം ചോദിക്കട്ടമ്മ, മുത്തോണ്ണ ഇത് ആരെ പേടിക്കണത്? മുത്തോണ്ണ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് മറ്റൊരാൾ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞാ? അല്ല കൊച്ചമ്മ, ഇതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമ്മളെ സമയം നഷ്ടം, സാമ്പത്തിക നഷ്ടം, എല്ലാം പ്രശ്നമാവില്ല. വെറുതെ എങ്ങും പുറകെ പോകണ്ട. അത് അവൻ ആ വക്കീലിനെ കണ്ട് നമുക്ക് നിയമ വഴി കൂടെ പോയിട്ട് ബാക്കി പൈസ വിഷയം വിട്ട് ഞാൻ. ഇത് അമ്മ ഇടപെട്ട കേസാണ്. മുത്തോണ്ണ നിന്ന് എണ്ണാ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റോളാം. അല്ല കുഞ്ഞേ, ഇതിപ്പോ നമ്മൾ വേണ്ടാന്ന് വെച്ച ഞാൻ അത് കളഞ്ഞു. 4 ലക്ഷം കിട്ടിയത് അതിന് മഹാഭാഗ്യം. എടാ, 1.5 ലക്ഷം രൂപ കളഞ്ഞ നീയാണോ ചിലപ്പോ ഇവിടെ 10 രൂപയ്ക്ക് ഇടുന്നത് തണ്ടുന്നത്? അങ്ങനെയല്ല, വേണ്ട. ചുമ്മാ ഇരുന്നേ. പറ്റുന്ന സാഹചര്യം അത് കെട്ടിയതാണ്. ഞാൻ പറയട്ടെ കൊച്ചമ്മ, 4 ലക്ഷം രൂപ ആദ്യം വാങ്ങിച്ചു. ബാക്കിയുള്ള 1 ലക്ഷം ഞാൻ തന്നെ വാങ്ങിച്ചു. വാങ്ങിച്ചെന്ന് 4 ലക്ഷം ആദ്യം വാങ്ങിച്ചു, ബാക്കി കിട്ടാനുള്ള 1 ലക്ഷം ഞാൻ തന്നെ വാങ്ങിച്ചു. നീ പറഞ്ഞ കിട്ടിയില്ലെന്ന് വാങ്ങിച്ചോ? നീ അല്ല, വാങ്ങിച്ച് ഞാൻ അത് നമ്പർ വിളിക്കാണ്. കാരണം ഞാൻ ഈ കിട്ടാതെ ഒഴിവൊഴിവ് പറഞ്ഞല്ലോ, ഇന്ന് തരാം നാളെ തരാം മറ്റന്നാളെ തരാന്ന് പറഞ്ഞ. പിന്നെ ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ പോകണമെന്ന് ഇവിടുന്ന് പറഞ്ഞ് പോയില്ലായിരുന്ന, ഞാൻ പ്രസിഡന്റ് വീട്ടിൽ പോയായിരുന്നു.
പോയിട്ട് ഞാൻ പറഞ്ഞു ഇതിപ്പോ ഇത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാത്ത അവസ്ഥയിലാവും. അവർ പറഞ്ഞു പതുക്കെ തരാൻ പറ്റുള്ളൂ, സാവകാശമാണ്. ഞാൻ പറഞ്ഞു ഇനി സാവകാശത്തിന് സമയമില്ല, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 ഡയലോഗ് അടിച്ച് അതിലവർ വീണു. അത് ശരി, 2 ഡയലോഗില് അയാള് പൈസ വീണ് 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് പൈസ കിട്ടി, 1.5 ലക്ഷം കിട്ടി. അപ്പൊ അതാണ് ഇത്ര നേരം നീ പോട്ട കൊച്ചമ്മ, എന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി കൊച്ചമ്മ, വഴിയാധാരമായി പോയി കൊച്ച, ചുമ്മാ ഡയലോഗ് അടിച്ചത് ഇപ്പൊ ഞങ്ങളോടല്ലേ. അല്ല, ഞാൻ ഈ പ്രസിഡന്റ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ അടിച്ച ഡയലോഗ് ഓർത്തോർത്ത് ഞാൻ സംസാരിച്ചിരുന്നപ്പോഴാണ് കുഞ്ഞ് വന്ന് വേറെ തെറ്റിദ്ധരിച്ചത്. ഞാൻ നനച്ചിട്ട് കേട്ടോ. ശരി.